ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് ചിങ്ങമാസം 27-ാം തീയതി, അതായത് 2016 സെപ്റ്റംബർ മാസം 12-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം 9 നാഴിക പൂരാടവും ബാക്കി ഉത്രാടവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ, നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന, ഒട്ടനവധി പേർക്ക് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ബക്രീദ് ആശംസകൾ നേരുന്നു. ഇന്നത്തെ കത്തിലേക്ക്. ബഹുമാന്യ ശർമാജി, എൻ്റെ പേര് രാജേഷ്, മലപ്പുറത്ത് നിന്ന് എഴുതുന്നു. ഞാൻ ബിടെക് പാസ്സായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെയും നല്ല ജോലിയൊന്നും ലഭിച്ചിട്ടില്ല. പല പ്രാവശ്യം വിദേശത്തേക്ക് ശ്രമിച്ചു. എല്ലാത്തിനും തടസ്സമാണ്. നല്ല ജോലി ശരിയാകാത്തതിനാൽ വിവാഹവും ഉറയ്ക്കുന്നില്ല. എല്ലാ കാര്യത്തിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം. നക്ഷത്രം ഗ്രഹനില ചേർക്കുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ, പണ്ഡിത പാമര വ്യത്യാസമന്യേ, കുബേര കുചേല വ്യത്യാസമന്യേ, രാജ്യാന്തര വ്യത്യാസമന്യേ അത്യപൂർവമായി കാണുന്ന ഒരു ദോഷവിധിയാണ് ലഗ്നത്തിൻ്റെ 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് രാഹു എന്ന സാങ്കല്പികപരമായ ഗ്രഹം. അതായത് ലഗ്നാൽ ഭാഗ്യത്തിൽ രാഹു നിൽക്കുന്നു. അങ്ങനെ ഭാഗ്യരാശിയിൽ വ്യാഴമോ ശനിയോ ബുധൻ എന്ന ഗ്രഹമോ ശുക്രൻ എന്ന ഗ്രഹമോ ചൊവ്വ എന്ന ഗ്രഹമോ, ഇങ്ങനെ പഞ്ചഗ്രഹങ്ങൾ 5 അല്ലെങ്കിൽ പഞ്ചഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ജരാതരകൾ, ഇങ്ങനെ മനുഷ്യജീവിതത്തിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിദ്യാഭ്യാസം, യഥാസമയത്ത് ലഭിക്കേണ്ടതായ ഉപരിപഠനം, യഥാസമയത്ത് ലഭിക്കേണ്ട ഉപരിപഠനത്തിനനുസരിച്ചുള്ള ഉദ്യോഗലബ്ധി, ഉദ്യോഗത്തിന് കാലാകാലങ്ങളിൽ ലഭിക്കേണ്ടതായ പ്രമോഷൻ, ശമ്പള പരിഷ്കരണം, വിവാഹ കാലഘട്ടം, സന്താന സൗഭാഗ്യം, ഗ്രഹം അല്ലെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ വില്ല അല്ലെങ്കിൽ പാർപ്പിടം, വസ്തു, വാഹനം, ഇങ്ങനെ മനുഷ്യജീവിതത്തിലെ പ്രധാനമായി സ്വാധീനിക്കാവുന്ന വിദ്യാഭ്യാസം, ഉദ്യോഗം, മംഗല്യം, സന്താനം, അതുപോലെ ഭൗതിക നേട്ടങ്ങളായ വസ്തുഗ്രഹം, വാഹനം, അതുപോലെ യഥാസമയം യഥാകാലം ലഭിക്കേണ്ടതായ ഭാഗ്യാനുഭവങ്ങൾ, മംഗളാനുഭവങ്ങൾ, മറ്റു ഭാഗ്യാനുഭവങ്ങൾ എന്നിവയ്ക്കെല്ലാം തടസ്സമോ തർക്കമോ കാലതാമസമോ നേരിടും എന്നുള്ളതിൻ്റെ ഒരു വിശേഷ ലക്ഷണമാണ്. ഏത് ജാതകസ്ഥർക്കാണേലും ജാതിമതഭേദമന്യേ, പണ്ഡിതപാമര വ്യത്യാസമന്യേ, കുബേര കുചേല വ്യത്യാസമന്യേ, അതുപോലെ വിദ്യാഭ്യാസം കുറവോ കൂടുതലോ ഉള്ളവർക്ക് ആർക്കാണെങ്കിൽ തന്നെയും യഥാസമയം ലഭിക്കേണ്ടതായ ഭാഗ്യാനുഭവങ്ങൾ കിട്ടാൻ തടസ്സം ഉണ്ടാകും എന്നാണ്. പല ആളുകൾക്കും പഠിത്തം കഴിഞ്ഞിട്ട് വളരെ അധികം കാലം ജോലിക്കൊക്കെ വേണ്ടി അപ്ലൈ ചെയ്ത് നിരാശരായി ഒടുക്കം മറ്റെന്തെങ്കിലും ബിസിനസ്സുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടും അവനവൻ്റെ കഴിവ് കുറവുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിർഭാഗ്യങ്ങൾ കൊണ്ടോ ജോലികളൊക്കെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത് ഒരു സാധാരണ ജീവിതത്തിലും താഴേക്കട ജീവിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ബഹുഭൂരിപക്ഷം പരിശോധിച്ച് കഴിഞ്ഞാൽ ലഗ്നാൽ ഭാഗ്യത്തിൽ രാഹുവോ കേതു എന്ന സാങ്കല്പിക ഗ്രഹങ്ങളോ ഗുളികൻ എന്ന സമയബിന്ദുമോ ഏതെങ്കിലും ഒന്ന് നിൽപ്പുണ്ടായിരിക്കും. ഇങ്ങനെ ലഗ്നത്തിൽ രാഹുവോ ഭാഗ്യസ്ഥാനത്ത് രാഹുവോ നിൽക്കുന്നവർക്ക് ബഹുഭൂരിപക്ഷവും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ കാണുന്നത്. ബിടെക് പാസ്സായിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ അതിന് തത്തുല്യമായ ജോലി ലഭിച്ചിട്ടില്ല. രാഹുവിനെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് രാഹു സന്തോഷമായിട്ട് അവർക്ക് വേണ്ട ഭാഗ്യാനുഭവങ്ങൾ കൊടുക്കുമെന്നാണ്. രാഹുവിനെ സന്തോഷിപ്പിക്കുവാനായി ഒരു വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുത്ത് പേരും നക്ഷത്രവും ചേർത്ത് ആപോഹിഷ്ടാമയോ ഭുവസ്ഥാന ഊർജേ
ദധാതനമഹേരണായ ചക്ഷസേ യോവ ശിവതമോരസ തസ്യ ഭാജയദേഹന ഉഷതീരിവ മാതര തസ്മാദരംഗമാമോ യസ്യ ക്ഷയായ ജിന്വഥ ആപോ ജനയഥാജന ശംനോ ദേവീ അഭിഷ്ടയാപോ ഭവന്തു പീതേശയ്യോരവിശ്വബന്ധുന ഈശാനവാര്യാണാം ക്ഷയന്തി ചക്ഷണേനാം അപോ ആജാമി ഭേഷജം അപ്സും മേ സോമോ അബ്രവീതന്ത്ര വിശ്വാനി ഭേഷജം അഗ്നിഞ്ച വിശ്വശംഭുവം ആപപ്രണീതഭേഷജം വരൂധം ത്വഞ്ഞേ മമ ജോക്ത സൂര്യം ദശേ. ഇപ്രകാരമുള്ള വേദസ്തോത്രങ്ങളെ കൊണ്ട് ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം സ്വസ്തികം പത്മവിട്ട് രാഹുവിനെ ആവാഹിച്ചു വെച്ച് ജലാതിജലാന്തം 108 ഉരു വീതമെങ്കിലും ഒരു വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച തീരുന്ന 8 ദിവസം രാഹുവിനെ സ്തോത്രം കൊണ്ട് സ്തുതിക്കുകയും ജലാതിജലാന്തം പൂജിക്കുകയും ചെയ്ത് വരികയും ഗോമേതകം എന്ന രത്നം ധരിക്കുകയും ചെയ്താൽ 40% ലഗ്നാൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ കാഠിന്യം കുറയുകയും ഉടനെ തന്നെ പഠിത്തമനുസരിച്ചുള്ള ഉദ്യോഗം ലഭിക്കുകയും കാലാകാലങ്ങളിൽ ലഭിക്കേണ്ടതായ അർഹിക്കുന്നതായ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നതാകുകയും ചെയ്യുന്നു. ഇപ്രകാരം ചെയ്താൽ ഒരു 3 മാസം കൊണ്ട് ഈ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം